ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൃഷിനെ കാത്തു നിൽക്കാണ് കേട്ടോ മഹിയും അതുപോലെ തന്നെ നമ്മുടെ ദേവ്ജിയും. കാരണം കൃഷ്ണനോട് ആ സന്തോഷ വാർത്ത പറയും വേണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് കേട്ടോ. എന്താടാ നീ എന്നെ വിളിച്ചു വരുത്തിയത്? എടാ, കൺമണിക്ക് ജാമ്യം കിട്ടിയെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന കൃഷ്ണന് സന്തോഷമാവുന്നുണ്ട്. പിന്നെന്താ വേറൊരു കാര്യം, ഇത് സന്തോഷമുള്ള കാര്യമല്ലേ? എടാ, കമ്പനി വക്കീലല്ല കൺമണിക്ക് ജാമ്യം എടുത്തു കൊടുത്തത്, പിന്നെ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഭാഗ്യശ്രീയാണെന്ന് പറയുന്നു. അവൾ വീണ്ടും കൺമണിയെ രക്ഷിച്ചിരിക്കുക, നിന്നെയും അവൾ രക്ഷിച്ചതല്ലേ എന്ന് പറയുന്നുണ്ട്. ബലരാമൻ്റെ അനിയത്തിയാണെന്ന് പറയുമ്പോഴത്തേനും കൃഷ്ണന് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ കൺമണിയെ ഇറക്കിക്കൊണ്ട് വന്നല്ലോ, അതെന്നെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അമ്മായിമാരെ കേട്ടോ. ഗോകുലും വരുന്നുണ്ട് അങ്ങോട്ടേക്ക്. അപ്പേ അതുപോലെ തന്നെ അച്ഛച്ച എല്ലാവരും കൂടി കേൾക്കാൻ വേണ്ടി പറയുകയാണ്, നമ്മുടെ അബ്ബയ്ക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണെന്ന് പറയുന്നു. ഇതെല്ലാവരും കേൾക്കുമ്പോൾ സന്തോഷം വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം തന്നെ കൺമണിയെ പുറത്തിറക്കുക കേട്ടോ ഭാഗ്യശ്രീ. കൺമണി ഭാഗ്യശ്രീയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് അവളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ. കൺമണി, നീ എന്നോടല്ല കൃഷ്ണനോടാണ് നന്ദി പറയേണ്ടതെന്ന രീതിയിലൊക്കെ, അയാൾ നിനക്ക് വേണ്ടി എത്ര ത്യാഗമാണ് സഹിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, കൺമണിയെ കൊണ്ടുപോകാൻ കൺമണിയുടെ ക്രിസ്സാഗർ വരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായും വരുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും കൺമണിക്ക് സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയട്ടെ. പിന്നെ പല കാര്യങ്ങളും നമുക്ക് തീരുമാനിക്കാനും ചെയ്യാനും ഒക്കെ ഉണ്ട്. അതെന്തായാലും വരട്ടെ, എന്നിട്ട് നോക്കാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പോട്ടെ, ഇവിടെ എന്നെ കണ്ട കൃഷ്ണൻ അത്ര ഇഷ്ടപ്പെടില്ല. കൺമണി ഇവിടെ നിൽക്ക്, കൃഷി വന്നിട്ട് കൃഷിൻ്റെ കൂടെ തന്നെ പോയാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ കൃഷി കൺമണിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് സാർ ഇവിടെ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ്. സാർ വന്നല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ വിചാരിച്ചത് ജയിലകത്തായി കഴിഞ്ഞിട്ട് എന്നെ സാറിന് വേണ്ടിയിരിക്കില്ല എന്നാണ്. എൻ്റെ പൊന്ന് കൺമണി, അങ്ങനെയാണെങ്കിൽ നീ എന്നെയല്ലേ വേണ്ടാന്ന് വെക്കേണ്ടത്, ഞാൻ നിന്നെയാണോ? എനിക്ക് ഒരിക്കലും നിന്നെ പിരിയാനോ സ്നേഹിക്കാതിരിക്കാനോ സാധിക്കില്ല. ഇനി ആരെന്ത് പറഞ്ഞാലും നീ എൻ്റേതാണ് എന്ന് പറഞ്ഞിട്ട് കൺമണിയെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്, വളരെയധികം സ്നേഹത്തോടു കൂടി. ഇനി എന്തായാലും എല്ലാവരും എല്ലാം അറിഞ്ഞു. മാനസിക്ക് ഒരിക്കലും കൃഷ്ണനെ കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കൺമണിയും കൃഷും ഇനിയാണ് ഒന്നാവാനായിട്ട് പോകുന്നത് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ കഴിഞ്ഞ എപ്പിസോഡ് വിശേഷമായിട്ട് കാണാം.